നിങ്ങൾ പലരും പലതരത്തിലുള്ള ലോണുകളുള്ള ആളുകളായിരിക്കാം. റുപ്പി ബാങ്കിന്റെ ആസ്ക് റുപ്പി ബാങ്ക് സർവീസിലേക്ക് വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 ധാരാളം കോളുകളാണ് ഈയിടെയായിട്ട് ലോണുകളെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ലോൺ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് ഇത്ര വരുമാനമുണ്ട്, ഞാൻ എത്ര ലോൺ എടുക്കാം, അല്ലെങ്കിൽ എൻ്റെ റീപേയ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ലോൺ ഉള്ള ആളുകൾ പെട്ടെന്ന് തീർക്കുന്നതിനായിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ലോൺ ബാധ്യതകളുള്ള ആളുകൾ എങ്ങനെ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ധാരാളം ആളുകൾ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ലോണുകൾ എടുക്കാൻ പോകുന്ന ആൾക്കാർക്കും ലോണുകൾ ഉള്ള ആളുകൾക്കും ലോണുകൾ തീർക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ ഹെൽപ്ഫുൾ ആവും എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ലോണുകൾ എടുക്കാൻ പോകുന്ന ആളുകൾ ചോദിക്കുന്നത് എനിക്ക് എത്ര രൂപ വരെ ലോൺ എടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു വീടോ കാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ വാങ്ങുന്നതിനായിട്ട് ലോൺ എടുക്കാതെ വാങ്ങാൻ കഴിവുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകളും ലോൺ എടുത്തിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ എപ്പോഴും ലോൺ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കത് റീപേ ചെയ്യാനുള്ള പലിശ അടക്കം തിരിച്ചടയ്ക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ അത് എത്ര രൂപ നമുക്ക് തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ഫാക്ടറാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾക്ക് മാസം 1 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലോൺ തിരിച്ചടവ് ഒരു 40,000 രൂപയൊക്കെ ആക്കി അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത്. അതായത് 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ 40,000 രൂപയിൽ കൂടുതൽ EMI അടയ്ക്കുന്ന അല്ലെങ്കിൽ ലോണിന് തിരിച്ചടവ് അടയ്ക്കേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങാനും ആ പൈസയിൽ ഒരു കുറവ് വരിക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ലോൺ തിരിച്ചടവ് മുടങ്ങുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ലോണുകൾ ഒരു തവണ മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫൈൻ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്കറിയാം. 2 തവണയും 3 തവണയൊക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ലീഗൽ നോട്ടീസുകൾ വരികയും അത് നിങ്ങളുടെ സിബിൽ സ്കോറിനെ ബാധിക്കുകയും ഭാവിയിൽ ലോൺ കിട്ടാനുള്ള കാര്യങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് വരികയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്തുമാത്രം വലിയ ലോൺ വേണം എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് മന്ത്ലി അത് തിരിച്ചടയ്ക്കുന്നതിനുള്ള കപ്പാസിറ്റി എത്രയുണ്ട്, അതിനുള്ള ലോൺ എടുക്കുക, അതിനനുസരിച്ച് നമ്മളുടെ ആവശ്യങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള കാര്യം എന്നുള്ളതാണ് ഞാൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്യുന്നവർ പറഞ്ഞു കൊടുക്കാറുള്ളത്. ലോൺ എടുക്കുന്ന ആളുകൾ എപ്പോഴും നമ്മളുടെ കുടുംബ ബഡ്ജറ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതായത് നമ്മൾക്ക് ഒരു മാസം വരുമാനം എത്രയുണ്ട്, ചെലവുകൾ എന്തിലേക്കൊക്കെയാണ് ചെലവുകൾ പോകുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ എഴുതി വെച്ച് മാസം തുടങ്ങുമ്പോൾ എഴുതി വെക്കുക മാത്രമല്ല, ഓരോ മാസവും എന്തുമാത്രം ചെലവ് ഓരോ ഹെഡിലും വരുന്നുണ്ട് എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗ്രോസറി വാങ്ങുന്നതിന് 10,000 രൂപ മാസം ചെലവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോസറി ബില്ലുകളെല്ലാം കൂടെ 10,000 അല്ലേ വരുന്നത്, അല്ലെങ്കിൽ അതിൽ താഴെയാണോ വരുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് പ്രധാനമാണ്. നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, ബഡ്ജറ്റിനനുസരിച്ചാണ് നമ്മുടെ ചെലവുകൾ നിയന്ത്രിക്കപ്പെടേണ്ടത് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ബഡ്ജറ്റിങ്ങിന്റെ ഭാഗമായിട്ട് വേണം നമ്മുടെ EMI കണ്ടെത്താനും അല്ലെങ്കിൽ EMIയിലേക്ക് കൊടുക്കാൻ വേണ്ട തുക കണ്ടെത്താനും അതിനനുസരിച്ച് വേണം ലോൺ എടുക്കാനും അതിനനുസരിച്ച് വേണം നിങ്ങളുടെ ആഗ്രഹങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യാനും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പലർക്കും ഇതിനോട് എതിരഭിപ്രായം ഉണ്ടായിരിക്കും. എതിരഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അതിൽ തരാം. പല ലോണുകളുള്ള ആളുകളുണ്ട്. അത്തരം ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ഈ ലോണുകൾ എങ്ങനെയാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. പല ലോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോം ലോൺ, അതായത് വീട് ഉണ്ടാക്കാനുള്ള ലോൺ, അതുപോലെ എഡ്യൂക്കേഷൻ ലോൺ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെയായിട്ട് നമ്മൾ എടുക്കുന്ന ലോൺ, അതുപോലെ കാറ് വാങ്ങുന്നതിനായിട്ടുള്ള ലോൺ, അല്ലെങ്കിൽ ഗോൾഡ് വെച്ചിട്ട് എടുക്കുന്ന ലോൺ, അല്ലെങ്കിൽ മറ്റുള്ള പേഴ്സണൽ കാര്യങ്ങൾക്കായിട്ട് എടുക്കുന്ന പേഴ്സണൽ ലോൺ, അല്ലെങ്കിൽ കൺസ്യൂമർ കാര്യങ്ങൾ വാങ്ങുന്നതിന് നമ്മുടെ വീട്ടിൽ TVയോ ഫ്രിഡ്ജോ ഫോണോ ഒക്കെ വാങ്ങുന്നതിനായിട്ട് ഉള്ള കൺസ്യൂമർ ലോണുകൾ, അതുപോലെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ലോണുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ലോണുകളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഓർഡറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് ഹോം ലോണിനാണ്. അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും വരുന്ന എഡ്യൂക്കേഷൻ ലോൺ, ഗോൾഡ് ലോണുകൾ, വെഹിക്കിൾ ലോണുകളൊക്കെ അടുത്തൊരു റേഞ്ചിലും, പേഴ്സണൽ ലോണുകൾ, കൺസ്യൂമർ ലോണുകളൊക്കെ അതിൽ കൂടിയ റേഞ്ചിലും, ഏറ്റവും കൂടിയ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ക്രെഡിറ്റ് കാർഡുകളിലുമായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടിയ ഇൻട്രസ്റ്റ് റേറ്റുള്ള ലോണുകൾ ഒഴിവാക്കുക അല്ലെങ്കിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്, അല്ലേ? ഇപ്പോൾ ഹോം ലോണിന് 8% ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് 28%. അതായത് 100 രൂപ എടുക്കുമ്പോൾ ഒരു വർഷം 20 രൂപ ഞാൻ എക്സ്ട്രാ എന്തായിട്ട് കൊടുക്കുന്നു, പലിശയായിട്ട് ക്രെഡിറ്റ് കാർഡിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ
നമ്മളെപ്പോഴും മോശം ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോണുകൾ പെട്ടെന്ന് ഒഴിവാക്കുക എന്നുള്ള ടെക്നിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോണുകൾ ഒഴിവാക്കി വരുമ്പോൾ ആദ്യമേ ക്രെഡിറ്റ് കാർഡുകളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുക, പിന്നെ പേഴ്സണൽ ലോണുകൾ ഒഴിവാക്കുക, പിന്നെ കാർ ലോണുകൾ ഒഴിവാക്കുക, പിന്നെ മാത്രം എഡ്യൂക്കേഷൻ ലോൺ ഒഴിവാക്കുക, ഏറ്റവും അവസാനം മാത്രം ഹോം ലോൺ ഒഴിവാക്കുക എന്നുള്ളൊരു ടെക്നിക്കാണ് എല്ലാവരോടും ഞാൻ ഫോളോ ചെയ്യാനായിട്ട് പറയാറുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹോം ലോൺ ഉണ്ട്, ഹോം ലോണിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ട് കിട്ടാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ടോപ്പ് അപ്പ് ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ലോണുകൾ ഒഴിവാക്കുന്നതിനുണ്ട് ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 ലക്ഷം രൂപ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട്. ആ ലോൺ പക്ഷെ നമ്മൾ വീട് വെക്കാൻ എടുത്തിട്ടുള്ളത് ആകെ 30 ലക്ഷം രൂപയാണ് എന്ന് കരുതുക. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ക്രെഡിറ്റ് കാർഡ് വഴി ഒരു ലോൺ എടുക്കുകയോ മറ്റുള്ള എന്തെങ്കിലും പേഴ്സണൽ ലോൺ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. 1 ലക്ഷം രൂപ ക്രെഡിറ്റ് കാർഡിലും ഒരു 4 ലക്ഷം രൂപ പേഴ്സണൽ ലോണും ഉണ്ടെന്ന് കരുതുക. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് അടച്ചടച്ച് പോവുക, ഈ 3 ലോണുകൾ അടച്ചു പോവുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. ഈ ഹോം ലോൺ നമുക്ക് തന്നിട്ടുള്ള കമ്പനിയെ സമീപിച്ച് 5 ലക്ഷം രൂപ കൂടെ അഡീഷണൽ ആയിട്ട് ആ ലോണിൽ വാങ്ങുക. അപ്പം നമ്മൾക്ക് ഉണ്ടായിരുന്ന ഹോം ലോണിന്റെ ബാധ്യത 30 എന്നുള്ളത് 35 മാറും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ 5 ലക്ഷം രൂപ കൊണ്ട് നമ്മൾക്ക് പേഴ്സണൽ ലോണും ക്രെഡിറ്റ് കാർഡും അടച്ചവസാനിപ്പിക്കാം. അപ്പോൾ എന്താണ് 28%, 15% ക്രെഡിറ്റ് കാർഡും പേഴ്സണൽ ലോണും നമ്മൾ വെറും 8.5%, 9% ഉള്ള ഹോം ലോൺ കൊണ്ട് അടച്ചവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ 10-15% നമ്മൾ ബെനിഫിറ്റ് നേടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും നമ്മളുടെ കയ്യിലുള്ള ലോണുകളെ പറ്റിയിട്ടുള്ള ഒരു അവസ്ഥ, നമ്മൾ എന്ത് ലോണാണ്, എത്ര രൂപയാണ് എടുത്തത്, മാസം എത്ര അടയ്ക്കുന്നു, എത്ര അതിന് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും കൂടിയ ലോണുകൾ തീർക്കാനായിട്ട് ആദ്യമേ ട്രൈ ചെയ്യാനും അല്ലെങ്കിൽ താഴെ നിന്നുള്ള കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റുള്ള ലോണുകൾ കൂടിയ എമൗണ്ട് എടുത്തുകൊണ്ട് കൂടിയ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ലോണുകൾ ഒഴിവാക്കാനൊക്കെ സാധിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ 1 രൂപ ഏൺ ചെയ്യുക, 1 രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്നത് 1 രൂപ കുറവ് ചെലവഴിക്കുന്നതിന് സമമാണ് അല്ലേ. എനിക്ക് അഡീഷണൽ ആയിട്ട് 1 രൂപ ശമ്പളം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ ഒരു എഫക്റ്റ് എനിക്ക് 1 രൂപ പലിശ കൊടുക്കാതിരുന്നാൽ കിട്ടും അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ എങ്ങനെ പോകുന്നു, എത്ര ഇൻട്രസ്റ്റിലാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഒരു കണക്ക് കൂട്ടൽ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മറ്റൊരു കാര്യം പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ ഹോം ലോൺ എടുക്കുന്ന ആളുകളാണ്. ഹോം ലോൺ എടുക്കുന്ന ആളുകൾ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല. 9% ഹോം ലോൺ എടുത്ത ആൾക്ക് ഇപ്പോൾ 11.5% ഇപ്പോൾ അതിന്റെ റേറ്റ് എന്ന് കണ്ട് നമ്മളെ ഈ അടുത്ത് കോൺടാക്ട് ചെയ്തത്. അതെന്തുകൊണ്ടാണ്? ഹോം ലോൺ കമ്പനികൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് നമ്മളോട് ആരോടും പറയാതെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൊണ്ടുപോകും. കുറയുന്ന സമയത്താണെങ്കിൽ അത് കുറയ്ക്കൂല. അപ്പോൾ 9% ലോൺ എടുത്ത ആള് ഇൻട്രസ്റ്റ് റേറ്റ് സൈക്കിൾ കൂടി ഒരു 2.5% കൂടി ഇപ്പോൾ 11.5 മാറി. പക്ഷെ ഇപ്പൊ തിരിച്ച് വീണ്ടും 9% വന്നപ്പോൾ 11 എന്നുള്ളത് അവർ കുറയ്ക്കാനൊന്നും പോയില്ല. കാരണം എന്താ? അത് അവരുടെ ആവശ്യമല്ല, നമ്മളുടെ ആവശ്യമാണ്. ലോൺ എടുത്ത് നമ്മളുടെ ആവശ്യമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും കുറഞ്ഞു വരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ ബാങ്കിനെ സമീപിച്ച് നമ്മളുടെ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നുള്ളത് അറിയാനായിട്ട് ശ്രമിക്കണം. ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് സാധാരണ നടന്നു പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ 0.5% ഒക്കെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന മെയ് 2024 നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 8.4% മാത്രമാണ്. അതായത് മിക്കവാറും എല്ലാ ബാങ്കുകളും നല്ല റേറ്റിംഗ് ഉള്ള കസ്റ്റമർമാർക്ക് 8.4%-നാണ് ലോൺ കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ മുൻപ് ലോൺ എടുത്തിട്ടുള്ള ഒരാളാണ്, ഇപ്പൊ നിങ്ങളുടെ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന ലോൺ പെർസെൻറ്റേജിനേക്കാൾ 1.6% കൂടുതലാണ്. അതായത് ഏകദേശം ഒരു 15 വർഷത്തെ ലോണാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 വർഷം കൂടുതൽ അടയ്ക്കേണ്ടതായിട്ട് വരും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 10% നമ്മുടെ ലോണിൻ്റെ റേറ്റ്, അവർ ഇപ്പോൾ കൊടുക്കുന്ന 8.4% ആണെങ്കിൽ ബാങ്കിനെ സമീപിക്കുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരോട് എനിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറയാം. അപ്പോൾ അവർ മിക്കവാറും ചെറിയൊരു ഫീസ്, ഒരു 3000 രൂപ പ്ലസ് GST ഒക്കെയാണ് സാധാരണ ബാങ്കിൽ ചാർജ് ചെയ്യാറുള്ളത്. അത്രയും നമ്മളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് 8.4 കുറച്ചു തരും. അത് നിങ്ങളുടെ EMI-യെ ഒരു 30-40 ഇൻസ്റ്റാൾമെന്റുകൾ കുറയ്ക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വളരെ വലിയ ലാഭമാണ്, വളരെ വലിയ ലാഭമാണ് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ സംശയവുമില്ല. ഞാൻ പേഴ്സണലി കുറച്ച് ലോണുകളുള്ള ആളാണ്. ആ ലോണുകൾ ഈ പറഞ്ഞ രീതിയിലാണ് ഞാൻ മാനേജ് ചെയ്ത് പോകുന്നത്. ഇൻ കേസ് നിങ്ങൾ
ഈ ലോണുകൾ തന്നിട്ടുള്ള കമ്പനി അതിന്റെ മാനേജർ നിങ്ങളോട് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥാപനത്തെ സിമിലറായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന ലോൺ തരാൻ സാധ്യതയുള്ള മറ്റൊരു സ്ഥാപനത്തെ സമീപിക്കുകയും ഈ കമ്പനിയിൽ നിന്ന് ലോണ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നോക്കാവുന്നതാണ്. അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ ചെറിയൊരു ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് സത്യമാണ് എന്നെങ്കിലും ഇത്രയും വലിയൊരു ലോൺ 5 വർഷത്തെ ബാധ്യത അഡീഷണൽ ആയിട്ട് എടുക്കുന്നതിലും നല്ലതാണ് ചിലപ്പോൾ ഒരു 10,000-15,000 രൂപ ഫീസ് അടച്ചുകൊണ്ട് അത് മാറ്റുന്നത്. അങ്ങനെ ലോൺ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധാരണ ഒരു ബാങ്ക് മാനേജർമാരും നല്ല കൃത്യമായിട്ട് ലോൺ അടയ്ക്കുന്ന ഒരു കസ്റ്റമറെയും മടക്കി വിടാറില്ല എന്നുള്ളതാണ്. അതായത് ലോൺ കൃത്യമായിട്ട് അടയ്ക്കുന്ന കസ്റ്റമർമാർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പം അങ്ങനെ അടയ്ക്കുന്ന ആളുകളെ ബാങ്കുകാർക്ക് താല്പര്യമാണ്. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ മിക്കവാറും സാധിച്ചു തരും എന്നുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അതിനെപ്പറ്റി എന്തെങ്കിലും ഡയറക്ഷൻ വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റും ചെയ്തു. മറ്റൊരു കാര്യം ആളുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് അവർ വലിയ ഇൻട്രസ്റ്റ് റേറ്റ് തന്നത് എന്നുള്ളതാണ്. അതായത് സാധാരണ ഹോം ലോണിന് 8.4 പക്ഷെ ബാങ്ക് പറയുന്നത് എനിക്ക് 9% തരാൻ പറ്റുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ സിബിൽ സ്കോറാണ്. സിബിൽ സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം എഫക്റ്റീവായിട്ട് നമ്മുടെ ലോണുകൾ തിരിച്ചടയ്ക്കാനുള്ള ജാഗ്രത കാണിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള സ്കോറാണ്. 300-നും 900-നും ഇടയ്ക്കുള്ള ഒരു നമ്പർ ആയിരിക്കും. ഒരു 700-ന് മേലെയൊക്കെ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ അത്യാവശ്യം തെറ്റില്ല എന്നുള്ളതാണ്. ഒരു 750-ന് മേലെയൊക്കെ ആണെങ്കിൽ മികച്ച സിബിൽ സ്കോറാണ്. അപ്പോൾ അവിടെ മാക്സിമം കുറവിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. മറ്റൊന്ന് ബാങ്കുമായിട്ടുള്ള നിങ്ങളുടെ ഡീലിങ്സ്, നിങ്ങൾക്ക് മറ്റെന്തൊക്കെ സംവിധാനങ്ങൾ അതിലുണ്ട്, ഡെപ്പോസിറ്റുകളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും കൂടിയാണ് ബാങ്കുകൾ നിങ്ങൾക്കുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സൈഡിലുള്ള കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസം എന്ന് പറഞ്ഞാൽ സിബിൽ സ്കോർ നല്ലതായിട്ട് നിലനിർത്തുക. സിബിൽ സ്കോർ നല്ലതായിട്ട് നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മളുടെ ലോണുകൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കണം. ലോണുകൾ മുടക്കം വരുത്താനായിട്ട് പാടില്ല. ലോണുകൾ 1 ടൈം സെറ്റിൽമെന്റിലേക്ക് പോകാനായിട്ട് പാടില്ല എന്നുള്ളതൊക്കെയാണ്. അല്ലെങ്കിൽ ലോണുകൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ ഒഴിവാക്കണം. നമ്മുടെ സിബിൽ സ്കോറിൽ എന്തെങ്കിലും ഒരു തകരാറ് ആദ്യമേ വന്നു കഴിഞ്ഞാൽ മിനിമം 3 വർഷത്തിന് ശേഷമാണ് അതൊന്ന് ക്ലിയർ ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വരുത്തുന്ന ഈ തെറ്റായിട്ടുള്ള ഒരു ലോൺ കാര്യം 2027 മെയ് വരെയും തുടരും എന്നുള്ളതാണ് ഇന്ന് ഞാനൊരു തെറ്റുവരുത്തിയുള്ള പ്രശ്നം. അപ്പോൾ നമ്മളുടെ ലോണുകൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. അത് നമ്മുടെ സിബിലിനെയും ഭാവിയിലെ ലോണുകൾ കിട്ടുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റിനെയും ബാധിക്കുമെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. നമ്മളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ലോങ് ടേം ലോണുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അടച്ചടച്ച് തീർക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ എല്ലാവരും ഫോളോ ചെയ്യുന്ന മെത്തേഡാണ്. പക്ഷേ ഒരു നല്ലൊരു ഫിനാൻഷ്യൽ ശീലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുൻകൂറായിട്ട് തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രീപേയ്മെന്റ് രീതി എന്നുള്ളതാണ്. പ്രീപേയ്മെന്റ് രീതിയിൽ ഞാനൊക്കെ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ബോണസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കാതെ ലഭിക്കുന്ന പണമൊക്കെ നമ്മൾ മറ്റുള്ള ചെലവുകൾ നടത്തുന്നതിന് പകരമായിട്ട് നമ്മുടെ ലോൺ ബാധ്യത കുറയ്ക്കുന്നതിനായിട്ടാണ് നോക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ അഡീഷണൽ ആയിട്ട് ഒരു ലംസം എമൗണ്ട് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മറ്റെന്തെങ്കിലും സേവിങ്സോ മറ്റെന്തെങ്കിലും ചിട്ടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിടിച്ചിട്ടുള്ള എമൗണ്ട് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് അടിച്ചു പൊളിക്കായിട്ട് ഉപയോഗിക്കാതെ ലോൺ തീർക്കുന്നതിനായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്രീപേയ്മെന്റിനായിട്ട് ഉപയോഗിക്കുക എന്നുള്ള രീതി വളരെ നല്ലതാണ്. അതാണ് പ്രീപേയ്മെന്റ് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ആളുകൾ ഫോളോ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ മാസവും നമ്മൾ EMIക്ക് പുറമെ അഡീഷണൽ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു എമൗണ്ട് കൂടെ ലോണിലേക്ക് അടയ്ക്കും. അതായത് നമ്മളുടെ EMI ചിലപ്പോൾ ഒരു 15,000 രൂപയായിരിക്കും. പക്ഷേ നമുക്ക് എല്ലാ മാസവും അവസാനമാകുമ്പോൾ ചിലപ്പോൾ കുറച്ച് എമൗണ്ട് അഡീഷണൽ ആയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് അടയ്ക്കാനുള്ള